സ്വാരി നേതാവിനെ മാത്രമേ ഭൂരിപക്ഷം അംഗീകരിക്കൂ. ഇത് ഞങ്ങളുടെ നേതാവ് സഅദ് ബിൻ ഉബാദ, അദ്ദേഹത്തെ നേതാവാക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിൽക്കൂ ഉമർ, അരുത്. അൻസ്വാരികളെ, അല്ലാഹുവാണ് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. നിങ്ങളെപ്പറ്റി പറഞ്ഞ എല്ലാ ഗുണങ്ങളും സത്യമാണ്. നിങ്ങളതിന് അർഹരാണ് താനും. മക്ക വിജയവേളയിൽ റസൂൽ മക്കയിൽ സ്ഥിരതാമസമാക്കുമോ എന്ന് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, ഇനിയുള്ള ജീവിതം നിങ്ങളോടൊപ്പം, മരണവും നിങ്ങളോടൊപ്പമെന്ന്. നമ്മയെല്ലാം ഇസ്ലാമിലേക്ക് എത്തിച്ചത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായിരുന്നു. സമ്പൂർണ്ണ പ്രതിഫലം തരുന്നത് അള്ളാഹു മാത്രമാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ നന്മയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. ഖുറൈശികളിലെ നേതാക്കളെ മാത്രമേ അറബികൾ അംഗീകരിക്കുകയുള്ളൂ. ഖുറൈശി അല്ലാത്തൊരാളെ അറബികൾക്ക് തൃപ്തിയാവില്ല. ഈ രണ്ടുപേരിൽ ഒരാൾക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്യൂ. ജനങ്ങളെ, ഇതിനൊരു നല്ല പരിഹാരം ഞാൻ പറയാം. ഒരാൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റൊരാൾ ഖുറൈശികളുടെ ഭാഗത്തു നിന്നും ആയിക്കോട്ടെ. മുസ്ലിങ്ങൾ ദുർബലരാകുന്നതിന്റെ എത്രയും വേഗം ആയിഷ ബീവിയുടെ വീട്ടിൽ പോയി അബൂബക്കറിനെ വിളിച്ചുകൊണ്ടുവാ. പെട്ടെന്നാവണം. എന്താ ഉമർ, റസൂലിന്റെ കബറടക്കത്തിലുള്ള ജോലിയാണ് എനിക്കെന്നറിയില്ലേ? ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്റെ മകൻ മരിച്ചാൽ പോലും റസൂലിന്റെ മരണത്തെക്കാൾ ഞാൻ അതിനൊരിക്കലും പ്രാധാന്യം നൽകില്ല. പക്ഷെ അതിന്റെ ആഘാതത്തിൽ നിന്ന് ഞാൻ മുക്തനായി വന്നിട്ടേ ഉള്ളൂ. ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് റസൂലിന്റെ പിൻഗാമിയെ നമ്മൾ തെരഞ്ഞെടുത്തില്ലെങ്കിൽ, ആ നേതാവിനെ മുസ്ലിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അവർ ചിതറിപ്പോകും. വ്യവസ്ഥ തന്നെ അവതാളക്കാൽ വലിയ ആഘാതമായിരിക്കും അതിലൂടെ ഇസ്ലാമിന് സംഭവിക്കുക. അള്ളാഹുവിനെ ഓർത്ത് ഇസ്ലാമിന് പ്രാധാന്യം നൽകൂ റസൂലിന്റെ ചങ്ങാതി. അങ്ങുടനെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ അന്ത്യമായിരിക്കും. മുഹാജിറുകളായ ഞങ്ങളുടെ സഹോദരന്മാർക്ക് സ്വാഗതം. ഇതാരാണ്? സഅദ് ബിൻ ഉബാദ. എന്തു പറ്റി അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് എന്തോ അസുഖമാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്ന അൻസ്വാരികളെ? ഇസ്ലാമിന്റെ പിന്തുണക്കാരും സംരക്ഷകരുമാണ് ഞങ്ങൾ. കൂടാതെ ദീനിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയവരുമാണ്. മുഹാജിറുകളായ നിങ്ങൾ ഞങ്ങളുടെ ഭാഗമായി മാറിയവരാണ്. ഇന്നാട്ടിലെ ഭൂരിപക്ഷ സമൂഹവും ഞങ്ങളാണ്. അതുകൊണ്ട് ഒരു നേതാവ് ഞങ്ങളിൽ നിന്നുണ്ടാവുന്നതല്ലേ നല്ലത്? ഒരു അൻസ്വാരി നേതാവിന്